ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഹാപ്പി വിഷു അല്ലല്ലോ, വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. ഞാൻ ഏത് കോസ്റ്റ്യൂം ഇടണമെന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. മിററിൽ എന്തൊക്കെയോ അഴുക്ക് കണ്ടു, അതിങ്ങനെ തുടക്കുകയാണ്. അപ്പോൾ ഫൈനലി ഒരുപാട് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഉള്ള ഡ്രസ്സ് തന്നെ ഞാൻ ഇട്ട് നോക്കിയതാണ്. അവസാനം ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ഒരു വിഷു മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മിററിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു, കോസ്റ്റ്യൂമൊക്കെ ഇട്ടു, ഹെയർ ആദ്യം കെട്ടി, പിന്നെ വീണ്ടും അഴിച്ചിട്ടു. അപ്പോൾ അങ്ങനെ വിഷുവിന് ഞാൻ അങ്ങനെ ഒരുങ്ങിയിരിക്കൽ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വിഷുവിന് 12 സംതിങ്ങിന്, ഒരു 12:30 12 മണിക്കാണോ എന്നറിയില്ല, വിഷു താരമേളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലിലെ ഹീറോയിൻസ് കൂടുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളും അതിലുണ്ട്, അർജുനും മീനും അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വല്ലപ്പോഴൊക്കെ വരണം. ചമ്പൂന് അമ്പു എന്റെ സീരിയലിരുന്ന് കാണാ. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛൻ, അമ്മ, അനിയത്തി, ചമ്പു എല്ലാവരും കൂടിയിട്ട് ആ ഒരു പ്രോഗ്രാം ഇരുന്ന് കാണാണ്. അപ്പോൾ അനിയത്തി അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എളുപ്പം അവിടെ നിന്നായ കാരണം അവൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ അന്നേ അവൾ എത്തിയുള്ളൂ. കണി ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വിഷു കൈനീട്ടം എന്ന ഒരു പരിപാടിയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീടാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 വീടുണ്ട്. അല്ല, ഇപ്പോൾ സെക്കൻഡ് വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പുതിയ വീട്ടിലെ ഫസ്റ്റ് വിഷു ആണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നമ്മൾ വിഷുവൊക്കെ ഒരുക്കി കണി, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനായിട്ട് വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അനിയത്തി അമ്മയും കൂടിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊടുക്കുകയാണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെറ്റിലും അടക്കിയും ഒക്കെ വെച്ചിട്ട് വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കാലിൽ കുമ്പിട്, ഇനി എൻ്റെ കാലിൽ കുമ്പിട് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ഇതേപോലെ കൈനീട്ടമൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ജോബ് ഉണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈനീട്ടം കൊടുക്കാനുള്ള വകയൊക്കെ ആയ കാരണം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും അനിയത്തിനെ കൊണ്ട് കാലൊക്കെ പിടിപ്പിക്കുകയാണ്. ഇതാണ് കാലുവാരൽ എന്ന് പറയുന്നത്. ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേട്ടോ വീട്ടിൽ. അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും ജോളി ടൈപ്പാണ്. നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിയ രീതിക്ക് അയ്യോ അച്ഛ അമ്മ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല, നമ്മൾ വേറെ വൈബാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിഷു കൈനീട്ടം വാങ്ങിച്ചു, തിരിച്ച് ഞാൻ അച്ഛന് കൊടുത്തു. അങ്ങനെ കുറച്ച് കലാപരിപാടീസ്. അപ്പോൾ അച്ഛനാണെന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ എടുക്കണമെന്ന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ആ രീതിക്ക് അങ്ങനെ പോട്ടെ, എന്നാലും ഞങ്ങളെ ആ വൈബിലോട്ട് കൊണ്ടുവരും, അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ചമ്പക്കിലെ സുദർശന് നമ്മൾ വിഷു കൈനീട്ടം കൊടുക്കുകയാണ് ഗൈസ്. ആ ബോധം കിട്ടും. അയ്യോ അമ്മീ, ബോധം കിട്ടും. നമ്മൾ ചിരിക്കണൊക്കെ അറിയണേ മിനിറ്റ്. നമ്മുടെ പായസം, നമ്മുടെ പായസം, നക്കി നക്കി നക്കി. ഈ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ കഴിക്കാം. എനിക്ക് ഈ പായസം മതി, എനിക്ക് ആ പായസം വേണ്ട. അമ്മ സാമിയുടെ വേണ്ട, അമ്പി സാമിയുടെ മതിയില്ല. ഞാൻ പണിച്ചൊന്നും ചെയ്യില്ല. ഡബിൾ ബോയിലിംഗ്.
പിന്നെ ഈ വിഷുവിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ലിൻസി ഫ്രാൻസിസ് ആൻഡ് ഫാമിലി നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട്, നമ്മൾ ഗസ്റ്റ് മീൻസ് ഫാമിലി റിലേറ്റീവ്സ് അല്ലാതെ വരുന്ന ആൾക്കാർ. വേറെ 2 ഫ്രണ്ട്സിനെ വിളിച്ചായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ലിൻസി ഫാമിലി തന്നെ വന്നപ്പോൾ നിറഞ്ഞു. അപ്പോൾ നമ്മുടെ ചമ്പുവിനെ കുറച്ച് നേരത്തേക്ക് നമ്മൾ വീടിന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണം അവൻ അവിടെ എല്ലാം നടന്ന് അവൻ്റെ ഹെയറൊക്കെ ചിലപ്പോൾ ഫുഡിലൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവ അവിടെ ഇങ്ങനെ ഡോർ തുറക്കുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ ഫേമസ് അമ്പിസാമിയുടെ അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് കറിയും പാലട പ്രഥമനൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ബാക്കി സാമ്പാർ, ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാർ, പിന്നെന്താണ് പുളിയിഞ്ചി, ഇതൊക്കെ നമ്മൾ അമ്പിസാമിയുടെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. SAS പേപ്പർ വാഴയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തറവാട്ടിൽ നമുക്ക് പോയിട്ട് കുറച്ച് വാഴയിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വാഴയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്യയിലോട്ട് കടക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോഴും ആ ഒരു പ്രോഗ്രാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അതായത് നമ്മുടെ വിഷു താരമേളം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ലിൻസിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചു, നമ്മൾ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവരുടെ എവിടെയോ വീട്ടിലത്തേക്ക് ഫസ്റ്റ് വിഷു ആണ്, അല്ലെങ്കിൽ അവളുടെ ബ്രദറിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ഫസ്റ്റ് വിഷു ആണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവർ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇത് ഇപ്പോഴും ഉള്ളതാണ്, ഈ വാരിക്കൊടുക്കലും വാരി തരലൊക്കെ അമ്മ ഇപ്പോഴും നമുക്ക് വാരി തരാറുണ്ട്. ഞങ്ങൾ വിന്നർ. ഞങ്ങൾ ആർക്കും വലിയ സന്തോഷമൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് അമ്പിസാമിയുടെ പാലട പ്രഥമനുണ്ട്, എൻ്റെ അമ്മ ഉണ്ടാക്കിയ പാലട പ്രഥമനുണ്ട്. ഇത് വിഷുക്കട്ടയാണ് കേട്ടോ. അങ്ങനെ പ്രോഗ്രാം അവസാനിക്കുകയാണ് ഗൈസ്. ഒരുപാട് ലേറ്റായിട്ടാണ് നമുക്ക് പ്രോഗ്രാം അവസാനിച്ചത്. പിന്നെ നമ്മുടെ ടീം കണിക്കൊന്നയായിരുന്നു, നമ്മൾ വിന്നറായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ പായസമൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വന്നപ്പോൾ കുറച്ച് നേരം കിടക്കാം എന്ന് വിചാരിച്ചു. കിടന്നപ്പോഴേക്കും അപ്പോൾ ലിൻസി ഫ്രാൻസിസ് ആൻഡ് ഫാമിലി എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വഴി തെറ്റിയിട്ടൊക്കെ അവസാനം വന്ന് എത്തി. ഇന്ന് എൻ്റെ അമ്മ എൻ്റെ സാരി അല്ല കൈസ് എടുത്തിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ സ്വന്തം അളിയൻ്റെ അമ്മ എന്നൊക്കെ ഞാൻ ലുക്കൊക്കെ മാറി. അമ്മ അന്ന് കണ്ടായിരുന്നു. അമ്മ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. ഇതാണ് അതെ. ഇത് കുഞ്ഞായിരുന്നു, ഇത് കുഞ്ഞൊക്കെ നമ്മുടെ യൂട്യൂബിൽ കണ്ടാൽ മതി. കുട്ടിയുടെ പിള്ളേർ ഫ്രണ്ട്സ് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ എടുത്തോണ്ട് നടന്ന കൊച്ചാണ് കേട്ടോ ഇതെന്നൊക്കെ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു സംസാരിക്കും. അവന് കുഴപ്പമില്ല, ഇവൾക്കാണ്. അപ്പൊ നിനക്ക് എത്ര പെങ്ങന്മാരും എന്താ അങ്ങനെ ഇത് ഞങ്ങളുടെ വാഷ്റൂം ആയിരുന്നല്ലോ, ബാത്റൂം ആയിരുന്നു. ഇത് പൊളിച്ചിട്ട് ഞങ്ങൾ സ്റ്റോർ റൂം ആക്കി. വർത്താനം പറയുന്നത് അവർക്ക് വിശിക്കാൻ വേണ്ടിട്ടാണ്. വർത്താനം പറയട്ടെ. വെയിലാണ്. ഇതൊരു തടി തോന്നുന്നുണ്ട്. മിനസ് എവിടെ? മിനസ് ഹായ് ഗൈസ് പറയും മിന്നു. ഹായ് ഗൈസ്. മിന്നു ഇപ്പൊ എവിടെയാണുള്ളത്? മിന്നു അതെ അതെ. എത്ര കാലം? പറയൂ. നമ്മൾ കണ്ടിട്ട് 5 വർഷമായി. 5 വർഷമുള്ളപ്പോ ഞാനിത് എടുത്തു നടന്ന കുട്ടിയാണ് ഇത് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അവരവിടെ കത്തി പറഞ്ഞോട്ടെ അല്ലേ? അവരവിടെ കത്തി പറഞ്ഞോണ്ടിരിക്കാം. പായസം കുടിക്കണം. വരണം. അവൾക്ക് ക്യാമറ എന്ന് പറഞ്ഞ അത് അവളുടെ ഫോണിൽ അവൾ ഒരു പ്രത്യേക തരം ആംഗിളിൽ പിടിക്കും. അത് മാത്രമേ അവൾക്ക് പറ്റുള്ളൂ. ആകാശത്ത് കൊണ്ടുപോയി വെക്കും ക്യാമറ. ലിൻസിക്ക് ഒരാളുടെ പുറകിലോ ബാക്കിലോ. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അത് നോക്കല്ല, അതില് കണ്ണാടി നോക്കുന്നു.
ലിൻസി ഈ ഡ്രസ് ഇടുമ്പോ തടി തോന്നിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചോ? അയ്യോ, അപ്പൊ ഒന്ന് വിളിച്ചു ചോദിക്കാറുന്നില്ലേ? ആ ഇവിടെ പ്രോ ആയിട്ടുള്ള ഞാനുണ്ടല്ലോ എന്നൊക്കെ. കളി വെക്കാനൊക്കെ സിമ്പിൾ അല്ലേ ഗൈസ്? ഇവിടെ ഫോട്ടോ ഷൂട്ടാണ് ഗൈസ്. എടുക്കാടേ എന്നൊരു ഭംഗിക്ക് ചിരിക്കൊന്നും കാണാനില്ലേ? അമ്മ മിന്നു പ്രോ. ഹായ് ഗൈസ്, അവിടെ ഒരു ഫോട്ടോഗ്രാഫറും ഒരു ഫോട്ടോ എടുക്കുന്ന കുട്ടിയുമുണ്ട്. ഇനി ഫോട്ടോ എടുത്ത കുട്ടി ഫോട്ടോഗ്രാഫർ ആവുന്നതാണ്. നമുക്ക് വാങ്ങാം. എനിക്ക് വേണ്ട, എനിക്ക് മാറ്റി ഞാൻ കഴിച്ചു പറഞ്ഞു. എന്നാ ഞാൻ മൂന്നാമത്തെ ഓ മൈ ഗോഡ്. അവളുടെ പാത്രത്തെ കഴിയാൻ വേണ്ടിട്ടാണ് അവളെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ചോദിക്കണ്ടെന്ന്. അതിപ്പോ എല്ലാരും കൊടുത്തല്ലേ? അമ്മായിമ്മക്ക് കൊടുക്കൂ. എല്ലാവർക്കും ഇന്തുട്ടി കൊടുത്തോ? ഇവിടെ സ്നേഹം സ്വീകരിക്കുന്നതല്ല, ഫുഡിന്റെ രീതിക്ക്. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടോ അവരെല്ലാവരും വീട്ടിൽ വന്നപ്പോൾ. അവരൊക്കെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ കളറായത്. നമ്മൾ ഒരുപാട് നേരം ഒന്ന് സംസാരിച്ചു, കളിച്ചിരിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ നല്ലൊരു വിഷു ദിവസമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആരെയും അങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാറൊന്നുമില്ല അധികം. അപ്പോൾ ലിൻസി പിന്നെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കേ വരുള്ളൂ. വരുന്ന ദിവസം ഇപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും വേറേതായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ദിവസം കൂടി അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്കെഡ്യൂൾ ബ്രേക്ക് ഒരുപാട് നമുക്ക് കിട്ടി. രണ്ട് സൈഡ് ഇടാൻ പറ്റും. നോക്കിക്കേ, ഇതിന്റെ കൂടെ കൊള്ളാട്ടോ. ഫോട്ടോ നോക്കി ഞാൻ കൊടുത്ത മാലയാണ്. ആ നീ ഇതിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നീ മാലട്ടെ. ഇതാണ് കേട്ടോ എന്റെ കൊട്ടാരം. ചൂടാ ഇവിടേക്കൊന്നും അതുകൊണ്ടാ കയറാത്തേന്നൊക്കെ. അവൾക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്. ഞാനുണ്ട് ഗൈസ് എന്നൊക്കെ. അവിടേക്കൊന്നും എന്റെ തല എത്തുന്നില്ല എന്നൊക്കെ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? എല്ലാരും വന്നൊക്കെ. പാവയുടെ കളക്ഷൻ കാണുകയാണ് ഗൈസ്. അതെ ഗൈസ്, ചെമ്മരന്റെ മുകളിലൊക്കെ പാവ ഉണ്ടെന്നൊക്കെ. ഈ വീട്ടിൽ നിറയെ പാവകളാ. ഇതൊന്നും ഞാൻ ആർക്കും തരില്ല. നീ അതെ. പിന്നെ ഇതല്ല, ഇത് ഞാൻ വാങ്ങിച്ച പാവയാണെന്നൊക്കെ. നല്ല പാവയാണ്. ഇവിടെ വെച്ച് പോണം. പാവ ആർക്കും തരുന്നതല്ല. അമ്മ അത് ഇവള് വാങ്ങിച്ച ഒരു പാവ അമ്മ മാമന്റെ കൊച്ചിനെടുത്ത് കൊടുത്തു. ആ മോളെ നോക്കടി എന്തോരുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞിലേ ഒന്നും കലാപണ്ടൊക്കെയാണ് ഇവിടെ. അപ്പൊ എല്ലാരോടും പാവയുടെ കളക്ഷൻ കാണുകയാണ് ഗൈസ്. അതെ ഗൈസ്, ചെമ്മരന്റെ മുകളിലൊക്കെ പാവ ഉണ്ടെന്നൊക്കെ. ഈ വീട്ടിൽ നിറയെ പാവകളാ. ഇതൊന്നും ഞാൻ ആർക്കും തരില്ല. നീ അതെ. പിന്നെ ഇതല്ല, ഇത് ഞാൻ വാങ്ങിച്ച പാവയാണെന്നൊക്കെ.
നല്ല പാവയാണ്. ഇവിടെ വെച്ച് പോണം. പാവ ആർക്കും തരുന്നതല്ല. അമ്മ അത് ഇവള് വാങ്ങിച്ച ഒരു പാവ അമ്മ മാമന്റെ കൊച്ചിനെടുത്ത് കൊടുത്തു. ആ മോളെ നോക്കണി എന്തോരുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞിലേ ഒന്ന് ഞാൻ പിടിച്ചു തന്നു. അതെനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. കലാപുണ്ടൊക്കെ ഞാനിവിടെ. അപ്പൊ എല്ലാരോടും കല്ലുമയാണ് വരുന്നത്. ചമ്പൂനും കൂടെ കാണിക്കായിരുന്നു.